നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലെ പാഠപുസ്തകം SCERT പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ ബയോളജി പാഠപുസ്തകത്തിലെ ഒന്നാമത്തെ അധ്യായമാണ്. അധ്യായത്തിൻ്റെ പേരിതാണ് അറിയാനും പ്രതികരിക്കാനും എന്നതാണ് ഈ ഒരു പാഠഭാഗം. നമുക്ക് അറിയുവാനും പ്രതികരിക്കുവാനും സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് പഞ്ചേന്ദ്രിയങ്ങൾ സ്ഥിരമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാണ് അല്ലേ? കാണുക, കേൾക്കുക, അല്ലെ, രുചിച്ചറിയുക, മണത്തറിയുക, സ്പർശിച്ചറിയുക, ഇതെല്ലാം നമ്മൾ അറിയുന്നത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അല്ലേ? അപ്പോൾ അതിനോടെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്രതികരിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പ്രതികരിക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തുണ്ടാകുന്നു? ഒരു ഉദ്ദീപനം ഉണ്ടാകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്കിതെല്ലാം സാധിക്കുന്നത് അല്ലേ? ഉണ്ടാകുന്ന ഉദ്ദീപനങ്ങളുണ്ട്. അപ്പോൾ ചുറ്റുപാടുകളിൽ നിന്ന് നമുക്ക് ധാരാളം ഉദ്ദീപനങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലേ? നാക്ക് എന്ന് പറയുന്നത് നമുക്ക് രുചിച്ചറിയാൻ സാധിക്കുന്നുണ്ട് അല്ലേ? കണ്ണ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടറിയാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പുറമെ നമുക്കെന്തുണ്ട്? പലതരത്തിലുള്ള ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാനുള്ള ഘടകമുണ്ട്. അതാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത് അല്ലേ? മസ്തിഷ്കത്തിലേക്ക് ഈ ഉദ്ദീപനങ്ങൾ എത്തിക്കുന്നവരാണ് സുഷുമ്ന വഴിയാണ് എത്തിക്കുന്നത്. സുഷുമ്നയിലേക്ക് ഉദ്ദീപനങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്? നാഡികൾ വഴിയാണ്. അപ്പോൾ നാഡികളാണ് നമുക്ക് ഉദ്ദീപനങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകമെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നാഡികളാണ് നമ്മുടെ തലച്ചോറിലേക്ക് ഉദ്ദീപനങ്ങൾ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താണ് അല്ലേ? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുവാനായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളുണ്ട് അല്ലേ? ജ്ഞാനേന്ദ്രിയങ്ങളും മറ്റ് ശരീരഭാഗങ്ങളും സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട് അല്ലേ? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ട്. ഈ കോശങ്ങൾ അറിയപ്പെടുന്നവരാണ് ഗ്രാഹികൾ എന്നാണ് ഈ കോശങ്ങൾ അറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഗ്രാഹികളെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ്? ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ജ്ഞാനേന്ദ്രിയങ്ങളിലും മറ്റ് ശരീരഭാഗങ്ങളിലും സവിശേഷമായിട്ടുള്ള കോശങ്ങളുണ്ടെന്നും ഈ കോശങ്ങളാണ് ഗ്രാഹികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്നും നമ്മൾ പഠിച്ചു. ഈ ഗ്രാഹികൾ എന്ത് ചെയ്യുന്നു? ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച ശേഷം ഉചിതമായ സന്ദേശങ്ങൾ രൂപപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഉദ്ദീപനങ്ങൾ സ്വീകരിച്ച് ഗ്രാഹികൾ രൂപപ്പെടുത്തുന്ന സന്ദേശങ്ങളുണ്ട്. ആ സന്ദേശങ്ങൾ എവിടെയാണ് ചെന്നെത്തുന്നത്? ആ സന്ദേശങ്ങൾ ചെന്നെത്തുന്നത് തലച്ചോറിലാണ്. അങ്ങനെ ഗ്രാഹികൾ ഈ സന്ദേശങ്ങൾ എന്ത് ചെയ്യുന്നു? തലച്ചോറിലെത്തിക്കുന്നതോടു കൂടിയിട്ടാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉദ്ദീപനങ്ങൾ സ്വീകരിക്കുന്ന ജ്ഞാനേന്ദ്രിയങ്ങളും സവിശേഷ ശരീരഭാഗങ്ങളുമുണ്ട്. അതിൽ ഈ കോശങ്ങളുണ്ട്. ആ കോശങ്ങൾ ഗ്രാഹികളെന്നാണ് അറിയപ്പെടുന്നത്. ഈ കോശങ്ങൾ ഉദ്ദീപനങ്ങൾ എന്ത് ചെയ്യുന്നു? സ്വീകരിച്ചിട്ട് അവർ സന്ദേശം രൂപപ്പെടുന്നു. ഈ സന്ദേശങ്ങൾ തലച്ചോറിലെത്തുമ്പോഴാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പോൾ പ്രതികരണ പ്രവർത്തനങ്ങൾ തലച്ചോറിലെത്തുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ സന്ദേശങ്ങൾ തലച്ചോറിലെത്തുമ്പോഴാണ് പ്രതികരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എങ്കിൽ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നതാരാണ്? നാഡീവ്യവസ്ഥയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാഡീവ്യവസ്ഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നാഡീവ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ ആദ്യം എന്തിനെ പറ്റിയാണ് പഠിക്കേണ്ടത്? നാഡീകോശത്തെ പറ്റിയാണ് മനസ്സിലാക്കേണ്ടത് അല്ലേ? നാഡീകോശം എന്താണ്? നാഡീകോശം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകത്തിനെയാണ് നമ്മൾ നാഡീകോശം അഥവാ ന്യൂറോൺ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ന്യൂറോൺ അഥവാ നാഡീകോശം എന്താണ്? ഒരു നാഡീവ്യവസ്ഥയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകത്തിനെയാണ് നാഡീകോശം അഥവാ ന്യൂറോൺ എന്ന് പേരിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. സാധാരണ എല്ലാ കോശങ്ങളെയും പോലെ ഈ നാഡീകോശത്തിനും എന്തുണ്ട്? കോശസ്തരമുണ്ട്, കോശദ്രവ്യമുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. അപ്പോൾ നാഡീകോശത്തിനും കോശസ്തരവും കോശദ്രവ്യവും ന്യൂക്ലിയസും എല്ലാം ഉണ്ട് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ? അപ്പോൾ നമ്മൾ നോക്കിയാൽ ഈ നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം അല്ലേ? എന്തായിരിക്കാം? ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? ഒരു നാഡീകോശം എന്ന് പറയുന്നത്. അപ്പോൾ നാഡീകോശത്തിൻ്റെ മുഖ്യ ഭാഗങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ? അപ്പോൾ നാഡീകോശത്തിന് ന്യൂക്ലിയസ് ഉണ്ടെന്ന് പറഞ്ഞു, കോശദ്രവ്യം ഉണ്ടെന്ന് പറഞ്ഞു, കോശസ്തരം ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അതിന് പുറമെ എന്തെല്ലാം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും? ഈ നാഡീകോശത്തിൽ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അല്ലേ? ഡെൻഡ്രൈറ്റുകൾ. അപ്പോൾ എന്താണ് ഡെൻഡ്രൈറ്റുകൾ എന്ന് നമുക്ക് നോക്കാം. അതായത് ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നമ്മൾ കണ്ടു, ഡെൻഡ്രോൺ നമ്മൾ കണ്ടു. ഈ ശാഖകൾ ഉണ്ടല്ലോ, അത് ഇവിടെ ഈ കാണുന്നത്, ഇതാണ് ശാഖകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡെൻഡ്രോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ ഡെൻഡ്രൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവയുടെ പ്രത്യേകത എന്താണ്? തൊട്ടടുത്തുള്ള ന്യൂറോണിൽ നിന്ന് സന്ദേശങ്ങൾ സ്വീകരിക്കുക. അതായത് ഇതേപോലെ ഒരുപാട് നാഡീകോശങ്ങളുണ്ട്. ആ നാഡീകോശങ്ങൾക്കെല്ലാം ഡെൻഡ്രൈറ്റുകളുണ്ട്. ഈ ഡെൻഡ്രൈറ്റിൻ്റെ ചുമതല വെച്ചാൽ തൊട്ടടുത്ത ന്യൂറോൺ അല്ലെങ്കിൽ നാഡീകോശങ്ങളുണ്ടല്ലോ, അതിൽ നിന്ന് എന്ത് ചെയ്യുക? സന്ദേശങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഡെൻഡ്രൈറ്റിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെൻഡ്രോൺ ഉണ്ട്. ആ ഡെൻഡ്രോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം.
കോശശരീരത്തിൽ അല്ലേ, കോശശരീരത്തിൽ നിന്നുള്ള നീളം കുറഞ്ഞ തന്തുവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡെൻഡ്രോൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നീളം കുറഞ്ഞ തന്തു ഇതാണ് അല്ലേ. അപ്പോൾ ഈ നീളം കുറഞ്ഞ തന്തുവിനെയാണ് നമ്മൾ എന്ത് വിശേഷിപ്പിക്കുന്നത്? ഡെൻഡ്രോൺ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഡെൻഡ്രോണിൻ്റെ ചുമതല എന്താണ്? ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുക എന്ന ചുമതലയാണ് ഡെൻഡ്രോണിനുള്ളത്. കോശശരീരത്തിൽ നിന്നുമുള്ള നീളം കുറഞ്ഞ തന്തുവാണെന്നും ഡെൻഡ്രൈറ്റിൽ നിന്ന് ആവേഗങ്ങളെ കോശശരീരത്തിൽ എത്തിക്കുന്ന ചുമതലയാണ് ഇതിനുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് ഷാൻ കോശം എന്താണെന്ന് നോക്കാം അല്ലെ. ഷാൻ കോശം ഈ കാണുന്നതാണ് ഷാൻ കോശം അല്ലെ. എന്താണ് ഷാൻ കോശം? ആക്സോണിന് വലയം ചെയ്ത് കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഷാൻ കോശം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഷാൻ കോശം എന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ആക്സോണിനെ വലയം ചെയ്ത് കാണപ്പെടുന്നതാണ് ഷാൻ കോശം. എങ്കിലിനി ആക്സോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ആക്സോൺ എന്താണ്? കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവിനെയാണ് നമ്മൾ ആക്സോൺ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലേ. കോശ ശരീരത്തിൽ നിന്നുള്ള നീളം കൂടിയ തന്തുവാണ് ആക്സോൺ. കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് ഇത് സംവഹിക്കുന്നു. അപ്പോൾ കോശ ശരീരത്തിൽ നിന്ന് ആവേഗങ്ങളെ പുറത്തേക്ക് സംവഹിക്കുന്നുണ്ട്. കോശ ശരീരത്തിൽ നിന്നുമുള്ള നീളം കൂടിയ തന്തുവാണ്. ഇനി ആക്സോണൈറ്റ് എന്താണെന്ന് നോക്കാം അല്ലേ. എന്താണ് ആക്സോണൈറ്റ്? ആക്സോണൈറ്റ് എന്താണ്? ആക്സോണിൻ്റെ ശാഖകളാണ് ആക്സോണൈറ്റ് അല്ലേ. ആക്സോണിൻ്റെ ശാഖകളെയാണ് നമ്മൾ ആക്സോണൈറ്റുകൾ എന്ന് പറയുന്നത്. ഇവ ആവേഗങ്ങളെ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു. അപ്പോൾ ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിൽ എത്തിക്കുന്നു എന്നുള്ളത് ആക്സോണൈറ്റിൻ്റെ കടമയാണ്. ഇനി സിനാപ്റ്റിക് നോബ് എന്താണ്? ആക്സോണിൻ്റെ അഗ്രഭാഗം, ഈ വേരുകൾ പോലെ കാണപ്പെടുന്ന ഈ റൗണ്ട് ചെയ്തിരിക്കുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ആക്സോണൈറ്റിൻ്റെ അഗ്രഭാഗം അഥവാ നാടീയ പ്രേക്ഷകങ്ങൾ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഇതാണ് കേട്ടോ. ഈ പറയുന്ന നമ്മൾ വീണ്ടും നോക്കി വന്നിരിക്കാം. ഈ മിക്ക ആക്സോണുകളും അല്ലെ, ആക്സോണുകൾ എന്നത് കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു ലെയറുണ്ട്. ആ കൊഴുപ്പടങ്ങിയ ലെയറിൻ്റെ പേരാണ് മയലിൻ എന്നാണ്, മയലിൻ സ്തരം എന്നാണ് പറയുന്നത്. അപ്പോൾ മിക്ക ആക്സോണുകളെയും കൊഴുപ്പടങ്ങിയ മയലിൻ എന്ന സ്ഥലം ആവർത്തിച്ച് വലയം ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മയലിൻ ഷീത്ത്. അപ്പോൾ മയലിൻ ഷീത്ത് എന്താണ്? ആക്സോണുകളെ എന്തായിരിക്കാം വലയം ചെയ്ത് കാണപ്പെടുന്ന കൊഴുപ്പടങ്ങിയ സ്ഥലത്തിനെയാണ് നമ്മൾ മയലിൻ ഷീത്ത് എന്ന് പേരിട്ടുകൊണ്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പം മയലിൻ ഷീത്ത് എന്ന് വെച്ചാൽ ഈ കാണുന്ന പടത്തിൽ കാണുന്നതാണ് മയലിൻ ഷീത്ത്. കൊഴുപ്പടങ്ങിയ ഭാഗമാണ് മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് അല്ലേ. അപ്പം നമ്മൾ നോക്കി എന്താണ് നാഡി എന്ന് നമ്മളല്ലേ, ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി എന്ന് പറയുന്നത്. ഒരു കൂട്ടം ആക്സോണുകൾ ചേരുന്നതാണ് നാഡി. അവയിലെ മയലിൻ ഷീത്ത് രൂപപ്പെട്ടിരിക്കുന്നതാണ്, കോശങ്ങളാൽ രൂപപ്പെട്ടിരിക്കുന്നതാണ് മയലിൻ ഷീത്ത് അല്ലേ. പിന്നെ എന്തൊക്കെ കാര്യം നമുക്കിവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് കൊണ്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ സുഷുമ്നയിൽ എന്തൊക്കെ കാണുന്നുണ്ട് അല്ലേ. സുഷുമ്നയിൽ എന്തെല്ലാം കാണാം നമുക്ക്? സുഷുമ്ന എന്ന് പറയുന്നത് ഇവിടെയുണ്ട്. അതായത് മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് എന്ന് പറയുന്നത് ഒളിഗോഡെൻഡ്രൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മയലിൻ ഷീത്ത് ഒളിഗോഡെൻഡ്രോസൈറ്റുകൾ എന്ന സവിശേഷ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. മയലിൻ ഷീത്തിൻ്റെ നിറം എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും? അത് തിളങ്ങുന്ന വെള്ള നിറമാണ് മയലിൻ ഷീത്തിന് ഉള്ളത്. മയലിൻ ഷീത്തിൻ്റെ നിറം തിളങ്ങുന്ന വെള്ള നിറമാണ്. മയലിൻ ഷീത്ത് കൂടുതലായിട്ട് എവിടെ കാണപ്പെടുന്നു? മയലിൻ ഷീത്ത് കൂടുതലായിട്ടും കാണപ്പെടുന്ന എവിടെയാണ്? നമ്മുടെ ഈ പറയുന്ന മസ്തിഷ്കത്തിലും സുഷുമ്നയിലും മയലിൻ ഷീത്തുള്ള നാഡീകോശങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം വൈറ്റ് മാറ്റർ എന്ന് പറയുന്നൊരു ഭാഗം അല്ല, വൈറ്റ് മാറ്റർ എന്ന് പറയുന്ന ഒരു ഭാഗത്താണ് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അപ്പോൾ മയലിൻ ഷീത്ത് കൂടുതലായിട്ട് കാണപ്പെടുന്നത് വൈറ്റ് മാറ്ററാണ്. അപ്പോൾ മയലിൻ ഷീറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗം മസ്തിഷ്കത്തിൽ വൈറ്റ് മാറ്റർ എന്നും മയലിൻ ഷീത്ത് ഇല്ലാത്ത നാഡീകോശങ്ങൾ കാണപ്പെടുന്ന ഭാഗം അറിയപ്പെടുന്നൊരു ഗ്രേ മാറ്റർ എന്നുമാണ്. അപ്പോൾ ഗ്രേ മാറ്റർ എന്നും വൈറ്റ് മാറ്റർ എന്ന് പറയുന്ന ഭാഗം നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെവിടെയാണ്? വൈറ്റ് മാറ്ററിലാണ് നാഡീകോശങ്ങൾ കൂടുതലായിട്ടുള്ള ഭാഗം കാണുന്നത് എങ്കിൽ നാഡീകോശങ്ങൾ ഇല്ലാത്ത ഭാഗം, മയലിൻ ഷീത്ത് ഇല്ലാത്ത ഭാഗം എവിടെയാണ്? ഗ്രേ മാറ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. അപ്പോൾ ഗ്രേ മാറ്റർ എന്താണ്, വൈറ്റ് മാറ്റർ എന്താണ്, ഈ പറയുന്ന മയലിൻ ഷീത്തിൻ്റെ നിറം എന്താണ് എന്ന് നമ്മൾ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ പഠിച്ച മയലിൻ ഷീത്തിന് കുറച്ച് ധർമ്മങ്ങളുണ്ട്. അവയുടെ ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. ഈ ആക്സോണുകൾക്ക് പോഷക ഘടകങ്ങൾ കൊടുക്കണം, ഓക്സിജൻ നൽകണം, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കണം, വൈദ്യുതി ഇൻസുലേറ്ററായിട്ട് പ്രവർത്തിക്കണം, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കണം. ഇവയൊക്കെയാണ് ഈ പറയുന്ന മയലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മയലിൻ ഷീത്തിൻ്റെ ധർമ്മങ്ങൾ എന്താണ്? ആക്സോണിന് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ മുതലായവ നൽകുക, ആവേഗങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുക, വൈദ്യുത ഇൻസുലേറ്ററായിട്ട് വർത്തിക്കുക, ബാഹ്യക്ഷതങ്ങളിൽ നിന്ന് ആക്സോണിനെ സംരക്ഷിക്കുക എന്നിവയാണ് മയലിൻ ഷീത്തിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒളിഗോഡെൻഡ്രൈസൈറ്റുകളും ശ്വാൻ കോശങ്ങളും എന്താണ് എന്ന് നോക്കാം അല്ലെ. ഒളിഗോഡെൻഡ്രോസൈറ്റുകളും ശ്വാൻ കോശങ്ങളും നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രൈറ്റോസൈറ്റുകൾ എന്ന് പറയുന്നത്. നാഡീകോശങ്ങൾക്ക് സംരക്ഷണം നൽകുന്നവയാണ് ഒളിഗോഡെൻഡ്രോസൈറ്റുകളും അതേപോലെ തന്നെ ശ്വാൻ കോശങ്ങൾ എന്നിവ.
ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയം പല ആക്സോണുകളെ പൊതിഞ്ഞോ അല്ലെങ്കിൽ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കാറുണ്ട്. അതായത് ഒരു ഒളിഗോഡെൻഡ്രോസൈറ്റ് ഒരേ സമയത്ത് പല ആക്സോണുകളെ പൊതിഞ്ഞോ ഒരു ആക്സോണിൻ്റെ വിവിധ ഭാഗങ്ങളെ പലതവണ പൊതിഞ്ഞോ മൈലിൻ ഷീറ്റ് നിർമ്മിക്കാറുണ്ട്. നാഡികളിലെ ആക്സോണുകളിൽ ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നു. അപ്പോൾ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന എവിടെയാണ്? നാഡികളിലെ ആക്സോണുകളിലാണ് ഷ്വാൻ കോശങ്ങളാൽ നിർമ്മിതമായ മൈലിൻ ഷീത്ത് കാണപ്പെടുന്നത്. അതായത് ഒരു ഷ്വാൻ കോശം എന്ന് പറയുന്നത് ആക്സോണിനെ ആവർത്തിച്ച് വലയം ചെയ്ത് കാണപ്പെടുന്നു എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് നാഡീകോശത്തിൻ്റെ ചാർജ് എന്താണ് എന്ന് നോക്കാം, അല്ലേ? നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്തുള്ള ചാർജ് എന്താണ്? പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജാണ് കാണുന്നത്. അതേപോലെ തന്നെ അകത്ത് കാണപ്പെടുന്ന ചാർജ് ഏതാണ്? അത് നെഗറ്റീവ് ചാർജാണ് കാണുന്നത്. അപ്പോൾ നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് കാണപ്പെടുന്നത്. അപ്പോൾ നാഡീകോശത്തിൻ്റെ കോശസ്തരത്തിന് പുറത്ത് പോസിറ്റീവ് ചാർജും അകത്ത് നെഗറ്റീവ് ചാർജുമാണ് നിലനിൽക്കുന്നത്. ഒരു നാഡീകോശം ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ ആ ഭാഗത്ത് അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. അതുകൊണ്ട് കോശസ്തരത്തിനകത്ത് സംഭവിക്കുകയാണ്, പോസിറ്റീവ് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പുറത്ത് നെഗറ്റീവ് ചാർജും. അപ്പോൾ ഉദ്ദീപിപ്പിക്കപ്പെടുമ്പോൾ അയോണുകളുടെ വിന്യാസത്തിൽ വ്യത്യാസമുണ്ടാകുന്നതിനാൽ കോശസ്തരത്തിൻ്റെ അകത്ത് പോസിറ്റീവ് ചാർജും പുറത്ത് നെഗറ്റീവ് ചാർജും ഉണ്ടാവുകയാണ്. അപ്പോൾ നൈമിഷികമായിട്ടാണ് ഈ ചാർജ് വ്യതിയാനം ഉണ്ടാകുന്നത് എങ്കിലും ഇത് തൊട്ടടുത്ത ഭാഗത്തെ ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള ചാർജ് വ്യതിയാനമാണ് ഉണ്ടാക്കുന്നത്. ഈ പ്രക്രിയ തുടരുക വഴി വൈദ്യുതി പ്രവാഹമായിട്ട് സന്ദേശങ്ങൾ ഇങ്ങനെ പ്രവഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. ഗ്രാഹികോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിനെ വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യുന്നു. ഇത് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്ക് ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇങ്ങനെ കൈമാറ്റം ചെയ്യാൻ സഹായിക്കുന്നതാണ് സിനാപ്സ് എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഗ്രാഹീകോശങ്ങളിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലെത്തുകയും മസ്തിഷ്കം അതിന് വിശകലനം ചെയ്ത് ഉചിതമായ പ്രതികരണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നാഡീകോശത്തിൽ രൂപപ്പെടുന്ന സന്ദേശങ്ങൾ മറ്റ് നാഡീകോശങ്ങളിലേക്കും ബന്ധപ്പെട്ട മറ്റു കോശങ്ങളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്നതാണ് നമ്മൾ സിനാപ്സ്. അപ്പോൾ ഇനി നമുക്ക് സിനാപ്സിനെ തമ്മിൽ നോക്കാം, അല്ലേ? അതായത് ഈ കാണുന്ന പടമാണ് സിനാപ്സിൻ്റെ പടമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല, സിനാപ്സ് എന്ന് പറയാൻ പറ്റും. അതായത് ഇതിവിടെ സിനാപ്സിനെ കാണിച്ചിട്ടുണ്ടല്ലോ, വൈദ്യുതി ആവേഗത്തെ ആ വൈദ്യുതി ആവേഗമാക്കി മാറ്റുന്ന അതേ സാധനം തന്നെയാണ് ഈ സിനാപ്സിൻ്റെ പടം, അല്ല? നാഡീയ പ്രേഷകം, സിനാപ്റ്റിക് വിടവൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതായത് ഇവിടെ കണ്ടോ, രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ഭാഗപ്പെടുന്ന ഭാഗമാണ് സിനാപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് നാഡീകോശങ്ങൾ തമ്മിലോ നാഡീകോശവും പേശീകോശവുമായോ നാഡീകോശവും ഗ്രന്ഥികോശവുമായോ ബന്ധപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സിനാപ്സ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ആക്സോണിൽ നിന്നും വൈദ്യുത ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ, അല്ലേ? സിനാപ്റ്റിക് നോബ് നമ്മൾ കണ്ടു, അല്ലേ? സിനാപ്റ്റിക് നോബ്, ഇതാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്ന ഭാഗം, അല്ലേ? അപ്പോൾ ആക്സോണിൽ നിന്നും വൈദ്യുതി ആവേഗങ്ങൾ സിനാപ്റ്റിക് നോബിലെത്തുമ്പോൾ ചില രാസവസ്തുക്കളെ സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിപ്പിക്കുന്നു, അല്ലേ? സിനാപ്റ്റിക് വിടവ് ഈ കാണുന്നതാണ് സിനാപ്റ്റിക് വിടവെന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ചില രാസവസ്തുക്കൾ എന്ത് ചെയ്യുന്നു? സിനാപ്റ്റിക് വിടവിലേക്ക് സ്രവിക്കുന്നു. ഈ രാസവസ്തുക്കളാണ് നാഡീയ പ്രേഷകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ രാസവസ്തുക്കളെയാണ് നമ്മൾ നാഡീയ പ്രേഷകങ്ങളെന്ന് പേരിട്ട് വിളിക്കുന്നത്. ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതി ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇവ തൊട്ടടുത്ത ഡെൻഡ്രൈറ്റിനെയോ കോശത്തെയോ ഉത്തേജിപ്പിച്ച് പുതിയ വൈദ്യുതി ആവേഗങ്ങൾ സൃഷ്ടിക്കുന്നു. അസൈറ്റൈൽ കോളിൻ, ഡോപ്പമിൻ എന്നിവ നാഡീയ പ്രേഷകങ്ങൾക്ക് ഉദാഹരണമാണ്. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുകയാണ് സിനാപ്സുകളുടെ ധർമ്മം. ആവേഗങ്ങളുടെ വേഗത, ദിശ എന്നിവ ക്രമീകരിക്കുക എന്നതാണ് സിനാപ്സുകളുടെ ധർമ്മം. നാഡീകോശങ്ങൾ വിവിധ തരമുണ്ട് എന്ന് നമ്മളിനി മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, അല്ലേ? അപ്പോൾ വിവിധ തരം നാഡികളും നാഡീകോശങ്ങളും ഒക്കെയാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സന്ദേശ ദിശയ്ക്കനുസരിച്ച് നാഡീകോശങ്ങളെ സംവേദ നാഡീകോശമെന്നും പ്രേരക നാഡീകോശമെന്നും തരംതിരിക്കാനായിട്ട് സാധിക്കും. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളാണ് സംവേദ നാഡീകോശങ്ങൾ. മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങളെ വഹിക്കുന്ന നാഡീകോശങ്ങളെയാണ് സംവേദ നാഡീകോശങ്ങളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്.
പ്രേരക നാഡീകോശങ്ങൾ ചെയ്യുന്നത് എന്താണ്? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങൾ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുന്നവയാണ് പ്രേരക നാഡീകോശങ്ങൾ. അപ്പോൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും സന്ദേശങ്ങൾ വഹിക്കുന്ന നാഡീകോശങ്ങളെ സംവേദ നാഡീകോശങ്ങളെന്ന് വിളിക്കുമ്പോൾ പ്രേരക നാഡീകോശങ്ങൾ ചെയ്യുന്നത് എന്താണ്? മസ്തിഷ്കത്തിൽ നിന്നും സുഷുമ്നയിൽ നിന്നും സന്ദേശങ്ങളെ വിവിധ അവയവങ്ങളിലേക്ക് എത്തിക്കുക എന്ന ധർമ്മമാണ് അവ ചെയ്യുന്നത്. ആക്സോണുകളുടെ അഥവാ നാഡീതന്തുക്കളുടെ കൂട്ടത്തിനെയാണ് നമ്മൾ നാഡികളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കാറുള്ളത്. ഓരോ നാഡികൾക്കും ഓരോ ധർമ്മങ്ങളുണ്ട്. അവ ചെയ്യുന്ന ധർമ്മത്തിനനുസരിച്ച് ഈ നാഡികളെ മൊത്തം 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ നാഡികൾ ചെയ്യുന്ന ധർമ്മത്തിനനുസരിച്ച് അവയെ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് നമ്മൾ നോക്കുന്നതാണ് സംവേദ നാഡി എന്ന് പറയുന്ന നാഡികളെക്കുറിച്ചാണ്. അപ്പോൾ സംവേദ നാഡി തന്തുക്കൾ ചേർന്നിട്ടാണ് സംവേദ നാഡി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ സംവേദ നാഡി തന്തുക്കൾ ചേർന്നിട്ടാണ് സംവേദ നാഡി ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇവയുടെ ധർമ്മം? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്ദേശങ്ങൾ മസ്തിഷ്കത്തിലേക്കും സുഷുമ്നയിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് ഈ നാഡികളുടെ ധർമ്മം. ഇനി അടുത്ത എന്താണ്? പ്രേരക നാഡിയാണ്. എന്താണ് പ്രേരക നാഡി? പ്രേരക നാഡിയുടെ ധർമ്മം എന്താണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രേരക നാഡി ചെയ്യുന്നത് എന്താണ്? തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുക എന്ന ധർമ്മമാണ് പ്രേരക നാഡി ചെയ്യുന്നത്. അപ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയിൽ നിന്നുള്ള സന്ദേശങ്ങൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് പ്രേരക നാഡിയാണ്. ഇനി സമ്മിശ്ര നാഡി എന്ന് പറയുന്ന മൂന്നാമത് തരം നാഡിയുണ്ട്. എന്താണ് സമ്മിശ്ര നാഡിയുടെ പ്രത്യേകത? സംവേദ നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്നിട്ടാണ് സമ്മിശ്ര നാഡി ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ സംവേദ നാഡീ തന്തുക്കളും പ്രേരക നാഡീ തന്തുക്കളും ചേർന്നിട്ടാണ് സമ്മിശ്ര നാഡി ഉണ്ടായിരിക്കുന്നത്. അല്ലെ, തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുക എന്നതാണ് സമ്മിശ്ര നാഡിയുടെ ചുമതല. അപ്പോൾ തലച്ചോറ്, സുഷുമ്ന എന്നിവയിലേക്കും തിരിച്ചുമുള്ള സന്ദേശങ്ങളുടെ വിനിമയം സാധ്യമാക്കുക എന്നതാണ് സമ്മിശ്ര നാഡിയുടെ പ്രധാനപ്പെട്ട ദൗത്യം. നമുക്കിനി നാഡീ വ്യവസ്ഥയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. അല്ലെ, നാഡീ വ്യവസ്ഥയ്ക്ക് കേന്ദ്ര നാഡീ വ്യവസ്ഥ എന്നും പെരിഫറൽ നാഡീ വ്യവസ്ഥ എന്നുമുള്ള 2 ഭാഗങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. ഇതിൽ നമ്മൾ നോക്കിയാൽ ഒരു മസ്തിഷ്കം ഉണ്ട്, അതേപോലെ സുഷുമ്നയും ഉണ്ട്. അപ്പോൾ മസ്തിഷ്കവും സുഷുമ്നയുമാണ് പ്രധാനമായിട്ടും നാഡികളുള്ളത്. ഈ മസ്തിഷ്കത്തിൽ നിന്നുണ്ട് ശിരോനാഡികൾ. തലയിലുള്ളത് നമുക്കറിയാം ശിരസ്സാണ്. അപ്പോൾ തലയിൽ കാണപ്പെടുന്ന നാഡികൾ നമ്മൾ ശിരോനാഡികൾ എന്നാണ് വിളിക്കുന്നത്. ശിരോനാഡികളുടെ എണ്ണം എത്രയാണ്? 12 ശിരോനാഡികളുണ്ട് അല്ലേ. ഇനി അതേപോലെ നമ്മുടെ നട്ടലിൻ്റെ ഭാഗത്താണ് സുഷുമ്ന കാണപ്പെടുന്നത്. സുഷുമ്ന നാഡികൾ എത്രയാണ്? 31 ജോഡി സുഷുമ്ന നാഡികളും ഉണ്ട്. അപ്പോൾ 31 ജോഡി സുഷുമ്ന നാഡികളും ഉണ്ട് എന്ന് നമുക്ക് അറിയാം അല്ലേ. അപ്പോൾ ശിരോനാഡികൾ എന്ന് പറയുന്നത് മസ്തിഷ്കത്തിൽ കാണപ്പെടുന്നതാണെന്നും അതുപോലെ സുഷുമ്ന നാഡികൾ എന്ന് പറയുന്നത് നമ്മുടെ നട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുഷുമ്നയിൽ കാണപ്പെടുന്നതാണ് എന്ന് നമുക്കറിയാം അല്ലേ. ഇനി നമുക്ക് മസ്തിഷ്കത്തെക്കുറിച്ച് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം അല്ലേ. മസ്തിഷ്കം നമുക്കിവിടെ അറിയാം അല്ലേ. മസ്തിഷ്കം എന്ന് പറയുന്നതാണ് തലയോടിനാൽ പൊതിഞ്ഞ് സൂക്ഷിക്കപ്പെടുന്ന ഭാഗമാണ് എന്ന് നമുക്കറിയാം. തലയോടിൻ്റെ താഴെയാണ് മെനിഞ്ചസ് പാളികൾ കാണപ്പെടുന്നത് എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ മസ്തിഷ്കം എന്ന് വെച്ചാൽ എന്താണ്? നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം എന്ന് പറയുന്നത്. അപ്പോൾ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രത്തിനെയാണ് മസ്തിഷ്കം എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ. തലയോടിനുള്ളിലാണ് മസ്തിഷ്കം പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കം പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് തലയോടിൻ്റെ ഉള്ളിലാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്തരപാളികൾ 3 സ്തരപാളികളാണുള്ളത്. അതിൻ്റെ പേര് മെനിഞ്ചസ് എന്നാണ്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് കാണപ്പെടുന്ന സ്തരപാളികളുടെ പേരാണ് മെനിഞ്ചസ്. അതായത് തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പൊതിഞ്ഞ് 3 സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന് പറഞ്ഞ ആവരണമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇനി മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്നൊരു ദ്രവം ഉള്ള വിവരം കൂടി നമ്മൾ അറിയുക അല്ലേ. മെനിഞ്ചസിൻ്റെ ആന്തരപാളികൾക്കിടയിൽ മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം എന്ന് പറയുന്നൊരു ദ്രവം ഇവിടെ നിറഞ്ഞിരിപ്പുണ്ട് എന്ന വിവരം നമുക്ക് അറിവുള്ളതാണ്. ഈ സെറിബ്രൽ സ്പൈനൽ ദ്രവം എന്ന് പറയുന്നത് രക്തത്തിൽ നിന്നാണ് രൂപപ്പെടുന്നത്. അപ്പോൾ സെറിബ്രൽ സ്പൈനൽ ദ്രവം രൂപപ്പെടുന്ന ഇവിടെ നിന്നാണ്, രക്തത്തിൽ നിന്നാണ് ഇത് രൂപപ്പെടുന്നത്. രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യപ്പെടുന്നു. അപ്പോൾ രക്തത്തിൽ നിന്ന് ഉത്ഭവിക്കുകയും തിരികെ രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലേ. ഇവരുടെ ധർമ്മം എന്താണ്? മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജനുകൾ എന്നിവ നൽകുക അല്ലെ. മസ്തിഷ്ക ഘടകങ്ങൾക്ക് പോഷകങ്ങളും ഓക്സിജനും നൽകുക, മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ, ഓക്സിജൻ എന്നിവ നൽകുക,
മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക, മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക തുടങ്ങിയവയാണ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിൻ്റെ ധർമ്മങ്ങൾ. ഇനി നമുക്ക് മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളുടെ ധർമ്മം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം അല്ലേ. ആദ്യമായിട്ട് സെറിബ്രത്തിൻ്റെ ധർമ്മം എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം അല്ലെ. സെറിബ്രം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തിനെയാണ് നമ്മൾ സെറിബ്രം എന്ന് പറയുന്നത് അല്ലെ. മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. ധാരാളം ചുളിവുകളും മടക്കുകളും ഇവിടെ കാണപ്പെടുന്നുണ്ട്. സെറിബ്രത്തിന് ചാരനിറമുള്ള പുറം ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? കോർട്ടക്സ് എന്ന വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കുന്നു. അപ്പോൾ സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്തെ കോർട്ടക്സ് എന്നാണ് വിളിക്കുന്നത്. സെറിബ്രത്തിൻ്റെ ചാരനിറമുള്ള പുറം ഭാഗത്ത് വിളിക്കുന്ന പേര് കോർട്ടക്സ് എന്നാണ്. വെളുത്ത നിറമുള്ള ഉൾഭാഗത്ത് വിളിക്കുന്ന പേര് മെഡുല്ല എന്നാണ്. അപ്പോൾ വെളുത്ത നിറമുള്ള ഉൾഭാഗത്ത് വിളിക്കുന്ന പേര് മെഡുല്ല എന്നാണ്. ചാരനിറമുള്ള പുറം ഭാഗത്ത് വിളിക്കുന്ന പേര് കോർട്ടക്സ് എന്നുമാണ് അല്ലേ. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ, ഭാവന എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുക എന്നതാണ് സെറിബ്രത്തിൻ്റെ കടമ അല്ലെ. ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുക എന്നതാണ് സെറിബ്രത്തിൻ്റെ കടമ. പിന്നെയോ ഐച്ഛിക ചലനങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഐച്ഛിക ചലനങ്ങളെ സെറിബ്രം നിയന്ത്രിക്കാറുണ്ട്. ഐച്ഛിക ചലനങ്ങളെ സെറിബ്രം നിയന്ത്രിക്കാറുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക അല്ലേ. ഇനി അടുത്തെന്തുണ്ട്? സെറിബെല്ലമുണ്ട്. സെറിബെല്ലം എന്താണ്? മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗത്തിനെയാണ് നമ്മൾ സെറിബെല്ലം എന്ന് വിശേഷിപ്പിക്കുന്നത്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. സെറിബ്രത്തിന് പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം എന്നും സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് ഇത് കാണപ്പെടുന്നതെന്നും ഇതിനെ ചുളിവുകളും ചാലുകളുമുണ്ട് എന്ന് നമുക്കറിയാം അല്ലേ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുക എന്നതാണ് സെറിബെല്ലത്തിൻ്റെ കടമ. പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീരത്തിൻ്റെ തുലന നില പാലിക്കുന്നുണ്ട്. മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമായിട്ടാണ് ഇത് കണക്കാക്കുന്നത്. സെറിബ്രത്തിൻ്റെ പിന്നിൽ താഴെ 2 ദളങ്ങളായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ചുളിവുകളും ചാലുകളും ഇവിടെ ഉള്ളതായിട്ട് നമുക്ക് അറിയാം അല്ലേ. ഇനി അടുത്ത് എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്താണ്? സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണുന്നു എന്നുള്ളതാണ് പ്രത്യേകത അല്ലേ. സെറിബ്രത്തിൻ്റെ ചുവടെ സെറിബെല്ലത്തോട് ചേർന്നിട്ട് ദണ്ഡാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. ഏത്? മെഡുല്ല ഒബ്ലോങ്കേറ്റ. സെറിബ്രത്തിന് ചുവടെ സെറിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിലാണ് ഇത് കാണപ്പെടുന്നത്. പിന്നെയോ ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ ഇത് നിയന്ത്രിക്കുന്നുണ്ട്. ഹൃദയസ്പന്ദനം, ശ്വാസോച്ഛ്വാസം എന്നീ അനൈച്ഛിക പ്രവർത്തനങ്ങളെ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ് നിയന്ത്രിക്കുന്നത്. ഇനിയോ ഹൈപ്പോതലാമസ് അല്ലേ. ഹൈപ്പോതലാമസ് എന്താണ്? തലാമസിൻ്റെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഹൈപ്പോതലാമസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ആന്തരസമസ്ഥിതി പരിപാലനത്തിൻ്റെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് ആരാണ്? ഹൈപ്പോതലാമസ് ആണ്. ഇനി നമുക്ക് നോക്കാം, തലാമസ് എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് അല്ലേ. തലാമസ് എവിടെയാണ്? തലാമസ് സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. അപ്പോൾ തലാമസ് കാണപ്പെടുന്നത് സെറിബ്രത്തിൻ്റെ താഴെയാണ്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ടാണ് തലാമസ് പ്രവർത്തിക്കുന്നത്. സെറിബ്രത്തിന് താഴെയായിട്ടാണ് കാണപ്പെടുന്നത്. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു അല്ലേ. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുക എന്നതാണ് തലാമസിൻ്റെ മുഖ്യ ചുമതല എന്ന് പറയുന്നത്. ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് തലാമസിൻ്റെ തൊട്ട് താഴെയായിട്ട് കാണപ്പെടുന്നു. ആന്തര സമസ്ഥിതി പരിപാലനത്തിന് ഇത് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നിവയ്ക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി എന്താണ് സുഷുമ്ന എന്ന് നമുക്കൊന്ന് നോക്കാം. സുഷുമ്ന എന്താണ്? മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന എന്ന് പറയുന്നത് അല്ലേ. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗത്തിനെയാണ് നമ്മൾ സുഷുമ്ന എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത് അല്ലേ. ഈ നട്ടെല്ലിനുള്ളിലാണ് സുഷുമ്ന കാണപ്പെടുന്നത് നമുക്കറിയാം അല്ലേ. നട്ടെല്ലിനുള്ളിലാണ് സുഷുമ്ന കാണപ്പെടുന്നത് നമുക്കറിയാം. നവജാത ശിശുവിൻ്റെ സുഷുമ്ന എന്ന് പറയുന്നത് നട്ടെല്ലിന് താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എന്നാൽ മുതിർന്നവരുടെ സുഷുമ്ന എന്ന് പറയുന്നത് എന്താണ്? നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. കാരണം നട്ടെല്ല് വളരുന്നതിനനുസരിച്ച് സുഷുമ്ന വളരുന്നില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് നവജാത ശിശുവിൻ്റെ സുഷുമ്ന നട്ടെല്ലിൻ്റെ താഴെ അഗ്രം വരെ നീണ്ടു കിടക്കുന്നുവെന്നും എന്നാൽ മുതിർന്നവരുടേത് നട്ടെല്ലിൻ്റെ മധ്യഭാഗം വരെ മാത്രമേ ഉള്ളൂവെന്നും പറയപ്പെടുന്നത്. മെഡുല്ല ഒബ്ലോങ്കേറ്റയുടെ തുടർച്ചയായ ഭാഗമാണ് സുഷുമ്ന എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന എവിടെയാണ്? നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തിനെ പോലെ തന്നെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത് അല്ലേ. നട്ടെല്ലിൻ്റെ ഉള്ളിലാണ് സുഷുമ്ന സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ടാണ് ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നത്.
സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവം ഉള്ളതായി നമുക്കറിയാം, അല്ലെ? മസ്തിഷ്കത്തെ പോലെ സുഷുമ്നയും മെനിഞ്ചസ് കൊണ്ടാണ് ആവരണം ചെയ്തിരിക്കുന്നത്. സുഷുമ്നയുടെ ഉള്ളിലെ സെൻട്രൽ കനാൽ എന്ന ചാലിലും സെറിബ്രോസ്പൈനൽ ദ്രവം ഉണ്ട്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നുണ്ട്. സുഷുമ്നയുടെ ബാഹ്യഭാഗത്ത് വൈറ്റ് മാറ്ററും ആന്തരഭാഗത്ത് ഗ്രേ മാറ്ററും കാണപ്പെടുന്നുണ്ട്. സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്ന നാഡികൾ പുറപ്പെടുന്നുണ്ട്. അപ്പോൾ സുഷുമ്നയിൽ നിന്നും പുറപ്പെടുന്നത് 31 ജോഡി സുഷുമ്ന നാഡികളാണ്. ഓരോ സുഷുമ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ സുഷുമ്നയിൽ നിന്നും 31 ജോഡി സുഷുമ്ന നാഡികൾ പുറപ്പെടുന്നുണ്ട്. ഓരോ സുഷുമ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത്. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നുണ്ട്. ഓരോ സുഷുമ്ന നാഡിയും ഡോർസൽ റൂട്ട്, വെൻട്രൽ റൂട്ട് എന്നിവ ചേർന്നാണ് ഉണ്ടാകുന്നത്. സംവേദ ആവേഗങ്ങൾ ഡോർസൽ റൂട്ടിലൂടെ സുഷുമ്നയിലേക്കും പ്രേരക ആവേഗങ്ങൾ വെൻട്രൽ റൂട്ടിലൂടെ പുറത്തേക്കും പ്രവഹിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ മസ്തിഷ്കത്തിലേക്കും തിരിച്ചും പ്രേഷണം ചെയ്യുന്നതും നടത്തം, ഓട്ടം എന്നീ പ്രവർത്തനങ്ങളിലെ ആവർത്തന ചലനം ഏകോപിപ്പിക്കുന്നതും ആരാണ്? സുഷുമ്നയാണ്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാത്ത ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ഇച്ഛാനുസരണമല്ലാതെ ഉദ്ദീപനങ്ങൾക്കനുസരിച്ച് ആകസ്മികമായി നടക്കുന്ന പ്രതികരണങ്ങളാണ് റിഫ്ലക്സ് പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്. അതായത് കാലിൽ ഒരു മുള്ളു കൊള്ളുമ്പോൾ കാല് പെട്ടെന്ന് വലിച്ചെടുക്കുന്ന ഈ ചിത്രം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ മുഖത്തിന് നേരെ ഒരു പ്രാണി പറന്നു വരുമ്പോൾ മുഖം പെട്ടെന്ന് തിരിക്കുന്നതുമെല്ലാം ഈ പറയുന്ന റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളുടെ ചൂണ്ടുവിരൽ ഒരു മെഴുകുതിരി നാളത്തിന് നേരെ ചെല്ലുമ്പോഴെന്താണ് അവിടെ ഒരു ഉദ്ദീപനം വരികയാണ്, കൈ പൊള്ളുന്നു, അല്ലേ? അപ്പോൾ ഗ്രാഹി എന്ത് ചെയ്യണം? ആവേഗങ്ങൾ രൂപപ്പെടുത്തുന്നു. ഈ ആവേഗങ്ങൾ എന്താണ്? ആവേഗങ്ങളെ സുഷുമ്നയിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ സുഷുമ്നയിലേക്ക് ആവേഗങ്ങളെ എത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുഷുമ്നയിലേക്ക് ആവേഗങ്ങളെ സംവേദനാഡിയാണ് എത്തിച്ചു കൊടുക്കുന്നത്, അല്ലേ? സംവേദനാഡി സുഷുമ്നയിലേക്ക് ആവേഗങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു. അപ്പോൾ പേശികളുടെ പ്രവർത്തനം പെട്ടെന്ന് വരികയാണ്, അല്ലേ? എന്തായിരിക്കാം? ഈ സംവേദനാഡിയെയും പ്രേരക നാഡിയെയും ബന്ധിപ്പിക്കുന്ന നാഡീകോശമാണ് ഇൻ്റർ ന്യൂറോൺ എന്ന് പറയുന്നത്. സംവേദ ആവേഗങ്ങൾക്ക് അനുസൃതമായി വേഗത്തിലുള്ള പ്രതികരണങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ രൂപപ്പെടുന്നത് ഇവിടെയാണ്. അപ്പോൾ പ്രേരകനാഡി എന്തിനാണ്? സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സുഷുമ്നയിൽ നിന്നുള്ള നിർദ്ദേശം ബന്ധപ്പെട്ട പേശിയിലേക്ക് കൊണ്ടുപോകുന്നു ആര്? പ്രേരകനാഡിയാണ്. അപ്പോൾ ബന്ധപ്പെട്ട പേശി എന്ത് ചെയ്യുന്നു? പേശികളുടെ പ്രവർത്തനത്താൽ കൈ പെട്ടെന്ന് പിൻവലിക്കുന്നു. അതായത് നമ്മുടെ കൈ ഒരു മെഴുകുതിരിയിൽ കൊണ്ട് പൊള്ളുമ്പോൾ പെട്ടെന്ന് കൈ പിൻവലിക്കുന്നതിനിടയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് ആ കൈ പൊള്ളുമ്പോഴുള്ള ഒരു ആവേഗം സുഷുമ്നയിലേക്ക് എത്തുന്നു, സുഷുമ്നയിൽ നിന്ന് തിരിച്ച് നിർദ്ദേശങ്ങൾ വരുന്നു. അതുകൊണ്ടാണ് നമ്മൾ കൈ പിൻവലിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്, അല്ലേ? അതാണ് റിഫ്ലക്സ് പ്രവർത്തനം എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയെ ആണ് നമ്മൾ റിഫ്ലക്സ് ആർക്ക് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക്. പ്രധാനമായിട്ടും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. റിഫ്ലക്സ് പ്രവർത്തനത്തിലെ ആവേഗങ്ങളുടെ സഞ്ചാര പാതയാണ് റിഫ്ലക്സ് ആർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും സുഷുമ്നയാണ് റിഫ്ലക്സ് പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത്. ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്തരം റിഫ്ലക്സുകളാണ് സ്പൈനൽ റിഫ്ലക്സുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്നാൽ എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിലാണോ? അല്ല. എല്ലാ റിഫ്ലക്സുകളും സുഷുമ്നയുടെ നിയന്ത്രണത്തിൽ അല്ല. കണ്ണിൽ പെട്ടെന്ന് പ്രകാശം പതിക്കുമ്പോഴോ ഏതെങ്കിലും വസ്തുക്കൾ കണ്ണിന് നേരെ വരുമ്പോഴോ ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? കണ്ണ് ചിമ്മാറുണ്ട്. ഇതൊക്കെ എന്താണ്? റിഫ്ലക്സിൻ്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ സെറിബ്രത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ഇത്തരം റിഫ്ലക്സുകളെയാണ് സെറിബ്രൽ റിഫ്ലക്സ് എന്ന പേരിൽ വിശേഷിപ്പിക്കുന്നത്. ഇനി മദ്യവും റിഫ്ലക്സും തമ്മിൽ നമുക്കൊന്ന് നോക്കാം, അല്ല? മദ്യം മസ്തിഷ്കത്തിലെ ഗാമ അമിനോ ബ്യൂട്ടറിക് ആസിഡ് എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ പ്രവർത്തനത്തെ ത്വരിതപ്പെടുത്തുന്നു. മസ്തിഷ്ക പ്രവർത്തനത്തെ മന്ദീഭവിപ്പിക്കുന്ന ഈ നാഡീയ പ്രേഷകത്തിൻ്റെ ഉയർന്ന അളവ് റിഫ്ലക്സ് പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നതിനും ഉചിതമായ തീരുമാനങ്ങൾ ഉചിത സമയത്ത് കൈക്കൊള്ളുന്നതിനും തടസ്സപ്പെടുത്താറുണ്ട്. അപ്പോൾ മദ്യം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തീരുമാനങ്ങളൊക്കെ വൈകും എന്നാണ് ഇതുമൂലം മനസ്സിലാക്കുന്നത്. ഇനി നമുക്ക് സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം, അല്ലേ? സ്വതന്ത്ര നാഡീവ്യവസ്ഥ എന്താണ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതായത് ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. ബോധതലത്തിന് വെളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് പെരിഫറൽ നാഡീവ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്ര നാഡീവ്യവസ്ഥയാണ്. സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീവ്യവസ്ഥ, അല്ലേ?
സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും ചേർന്നതാണ് സ്വതന്ത്ര നാഡീ വ്യവസ്ഥ. അടിയന്തര സാഹചര്യങ്ങളിൽ സിമ്പതറ്റിക് വ്യവസ്ഥയും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അല്ലേ, ഒരു അടിയന്തര സാഹചര്യം വരെയാണ് പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്താണ്, സിമ്പതറ്റിക് വ്യവസ്ഥ എന്താണ് നമുക്ക് നോക്കാം. അല്ലേ, അതായത് ഇവയുടെ പ്രവർത്തനം ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. സ്വതന്ത്ര നാഡീ വ്യവസ്ഥയുടെ പ്രവർത്തനം ഇതാണ്. അപ്പോൾ സിമ്പതറ്റിക് നാഡീ വ്യവസ്ഥയുടെ രീതി അനുസരിച്ച് ഒരു അടിയന്തര സാഹചര്യം വരുമ്പോൾ എന്താണ്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുകയാണ് ചെയ്യുന്നത്. കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. എന്നാൽ പാരാസിമ്പതറ്റിക് വ്യവസ്ഥ എന്താണ്, സിമ്പതറ്റിക് വ്യവസ്ഥയുടെ നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ചെയ്യുന്നത്. കണ്ണിലെ പ്യൂപ്പിൾ പെട്ടെന്ന് ചുരുങ്ങുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം കൂടുകയും ചെയ്യുന്നു. ഇനി ശ്വാസനാളം എങ്ങനെയാണ്, പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ ചുരുങ്ങുമ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ അത് വികസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ശ്വാസനാളം വികസിക്കുന്നു, അതേപോലെ തന്നെ ഹൃദയമിടിപ്പ് കൂടുന്നു, ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിപ്പിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇതാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിലുള്ളത്. അപ്പോൾ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്താണുള്ളത്, കണ്ണിലെ പ്യൂപ്പിൾ വികസിക്കുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം എന്ന് പറയുന്നത് കുറയുന്നു, ശ്വാസനാളം എന്ന് പറയുന്നത് വികസിക്കുന്നു, ഹൃദയമിടിപ്പ് എന്നത് കൂടുന്നു, ആമാശയ പ്രവർത്തനങ്ങൾ മന്ദീഭവിപ്പിക്കുന്നു, ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസാക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് മന്ദീഭവിക്കുന്നു, മൂത്രാശയം പൂർവ്വസ്ഥിതിയിലേക്കാവുന്നു, ഹോർമോൺ ഉൽപ്പാദനം കൂടുന്നു. ഇത്രയും കാര്യങ്ങളാണ് സിമ്പതറ്റിക് വ്യവസ്ഥയിൽ ഉള്ളത്. ഇനി പാരാസിമ്പതറ്റിക് വ്യവസ്ഥയിൽ എന്താണുള്ളത്, കണ്ണിലെ പ്യൂപ്പിൾ ചുരുങ്ങുന്നു, ഉമിനീരിൻ്റെ ഉൽപ്പാദനം എന്ത് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്, ശ്വാസനാളം എന്ന് പറയുന്നത് സങ്കോചിക്കുന്നു, ഹൃദയമിടിപ്പ് സാധാരണ നിലയിലേക്ക് വരുന്നു, ആമാശയത്തിൻ്റെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലേക്കാവുന്നു, ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്നു, കുടലിലെ പെരിസ്റ്റാൾസിസ് സാധാരണ നിലയിലാവുന്നു, മൂത്രാശയം ചുരുങ്ങുന്നു, ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നു. അതായത് നമ്മുടെ സിമ്പതറ്റിക് വ്യവസ്ഥയിൽ എങ്ങനെയാണോ അതിൻ്റെ നേരെ വിപരീത ദിശയിലായിരിക്കും പാരാസിമ്പതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനമെന്ന് പറയുന്നത്. ആരോഗ്യപൂർണമായ നാഡീവ്യവസ്ഥയാണ് ശരിയായ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അപ്പോൾ നാഡീവ്യവസ്ഥയിലെ ചെറിയ തകരാറുകൾ പോലും ഗൗരവമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നു എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങളൊക്കെ നമുക്കുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട രോഗമാണ് ഈ അൽഷിമേഴ്സ് എന്ന് പറയുന്നൊരു രോഗമുണ്ട്. അല്ലേ, മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അല്ലേ, മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു. അല്ല, അതിൻ്റെ ലക്ഷണം എന്താണ്, കേവല ഓർമ്മകൾ പോലും ഇല്ലാതെയാവുക, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാതെ വരിക, ദിനചര്യകൾ പോലും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക. അപ്പോൾ മസ്തിഷ്കത്തിലെ നാഡീകലകളിൽ അലേയമായ ഒരുതരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നു, ന്യൂറോണുകൾ നശിക്കുന്നു, കേവല ഓർമ്മകൾ പോലും ഇല്ലാതെയാവുന്നു, കൂട്ടുകാരെയും ബന്ധുക്കളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവസ്ഥയും വന്നു ചേരുകയാണ്. ഇനി പാർക്കിൻസൺസ് എന്ന് പറയുന്ന രോഗം. എന്താണ് പാർക്കിൻസൺസ് രോഗം? മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശമാണ് ഇവിടെ സംഭവിക്കുന്നത്. തലച്ചോറിൽ ഡോപ്പാമിൻ എന്ന നാഡീയ പ്രേഷകത്തിൻ്റെ ഉൽപ്പാദനം കുറയുന്നത് മൂലമാണ് പാർക്കിൻസൺസ് എന്ന രോഗം വരുന്നത്. അതുപോലെ ശരീര തുലനനില നഷ്ടപ്പെടുന്നു, ശരീരത്തിൻ്റെ തുലനനില നഷ്ടപ്പെടുന്നു, പേശികളുടെ ക്രമരഹിതമായ ചലനമുണ്ടാവുന്നു, ശരീരത്തിന് വിറയലുണ്ടാവുന്നു, വായിൽ നിന്ന് ഉമിനീര് ഒഴുകി വരിക. ഇതൊക്കെയാണ് പാർക്കിൻസൺസ് എന്ന രോഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത്. ഇനി അപസ്മാരം എന്ന് പറയുന്നത് എന്താണ്? നാഡീ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു അസുഖമാണ്. തലച്ചോറിലെ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹമാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ തലച്ചോറിൽ ക്രമരഹിതമായ വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അപസ്മാരം. തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പറിക്കുക, അങ്ങനെയുള്ള ആ രോഗങ്ങളാണ്. അതല്ല, തുടരെയുള്ള പേശി സങ്കോചം മൂലമുള്ള സന്നി, വായിൽ നിന്ന് നുരയും പതയും വരിക, പല്ല് കടിച്ചു പറിക്കുക, തുടർന്ന് രോഗി അബോധാവസ്ഥയിലാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന ഏതിലുള്ളത് നാഡീവ്യവസ്ഥയുടെ തകരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഉദ്ദീപനങ്ങളെ അനുഭവവേദ്യമാക്കുന്നതിനും അവയോട് പ്രതികരിക്കുന്നതിനും നമ്മെ സഹായിക്കുന്ന നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ്. നാഡീവ്യവസ്ഥയെക്കുറിച്ചുള്ള ഈ ഒരു വിവരണം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക് യു.